ഹലോ ഗായ്സ്, വളരെ എളുപ്പത്തിൽ ഒരു ബട്ടർ ചിക്കൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ബോൺലെസ് ആയിട്ടുള്ള പീസ് എടുത്തിട്ടുണ്ട്. ഇനി വേറെ മസാലയ്ക്കായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം കൂടെ ഈ ചിക്കനിനകത്ത് നമുക്ക് പുരട്ടാം. ഇതിലേക്ക് കുറച്ച് തൈര് ഞാൻ എടുക്കുന്നുണ്ട്. ഒരു 2 ചെറിയ സ്പൂൺ മതിയാവും. 2 സ്പൂൺ തൈര്, പുളി കുറവുള്ള തൈരാട്ടോ. ഇനി ഒരു ചെറിയ പീസ് നാരങ്ങയുടെ നീരും കൂടെ ഇതിലൊഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു ഹാഫ് ആൻ അവർ അത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ബട്ടറിലാണ് നമ്മൾ ഈ ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. വേറെ ഓയിലൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബട്ടർ ചിക്കന് നല്ലത്. ഇനി പതുക്കെ ഓരോ ബാച്ചായിട്ട് നമുക്ക് ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, അതൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്ത ചിക്കൻ ചിലപ്പം കട്ടിയായി പോകാൻ ചാൻസ് ഉണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് വെന്താൽ മതി. ചെറിയ ഒരു ബ്രൗൺ കളറായാൽ മതിയാവും. ഞാൻ ഇവിടെ ചിക്കൻ അടച്ചു വെച്ചാൽ വേവിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യുക, പെട്ടെന്നാവും. ചെറിയൊരു മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കിനും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും തിരിച്ച് മറിച്ചും ഇട്ട് കൊടുത്ത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. വേറെ വെളിച്ചെണ്ണയിലൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ബട്ടർ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറൊന്നും നമുക്ക് കിട്ടില്ല വേറെ എണ്ണ യൂസ് ചെയ്താൽ. അതുകൊണ്ട് മാക്സിമം ബട്ടറിൽ തന്നെ വറുത്തെടുക്കുക. ചിലർ സൺഫ്ലവർ ഓയിലിൽ ഇത് വറുത്തിട്ട് പിന്നെ ബട്ടർ വെച്ചിട്ട് ഗ്രേവി ഉണ്ടാക്കി അങ്ങനെ ഇടാറുണ്ട്. പക്ഷേ ബിഗ് നോയാണ്, ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. തിരിച്ച് മറിച്ച് വിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പെട്ടെന്ന് വേവാനാണ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നത്. ഞാൻ എല്ലിൻ്റെ പീസ് ഇട്ടേക്കുന്നത്, ബോണുള്ള പീസ് ഇട്ടേക്കുന്നത്. എനിക്ക് ബോണുള്ള പീസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ്. നിങ്ങൾ മാക്സിമം ബോണില്ലാത്ത പീസ് എടുക്കുക. ഓക്കെ, ഇത്രയും മൊരിഞ്ഞാൽ മതിയായിരിക്കും. ഇനി നമ്മൾ ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എനിക്കിതിപ്പോൾ 2 ബാച്ചായിട്ടാണ് പൊരിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ബട്ടർ ഇട്ടിട്ട് ഇത്രയും ചിക്കനൂടെ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഇത്രയും സാധനം നമ്മൾ എടുത്ത് വെക്കണം. കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതാണ് ആദ്യം നമ്മൾ ഇടാൻ പോകുന്നത്. നമ്മൾ ആ പൊരിച്ച പാനിലേക്ക് തന്നെ ആവശ്യത്തിന് ബട്ടർ ഇട്ടിട്ട് ഈ മസാല, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ഒരു ബേ ലീഫ് ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ടേ. ഇനി ഞാൻ എടുത്തു വച്ചേക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, അതിടാം. ഇനി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, 2 പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടാം കുറയ്ക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് വരട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പിന്നെയും നോക്കിയിട്ട് ഇടാനുള്ളതാണ്. ചിക്കനകത്ത് നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് സോട്ടായി വരുമ്പം നല്ല പഴുത്ത ഒരു തക്കാളി, അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എല്ലാത്തിൻ്റെയും കളറൊന്ന് മാറി വരുമ്പോഴത്തേക്കിന് നമുക്കിതിലേക്ക് കുറച്ച് മസാലയും കൂടി ചേർക്കാറുണ്ട്. ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്ര ഇടുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റാം നമുക്ക്. ഇനി ഇച്ചിരി കളറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു ഹാൻഡ്ഫുൾ ഓഫ് കാഷ്നട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സോക്ക് ചെയ്ത് വെച്ചിട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അല്ലാതെ ഞാൻ ചെയ്ത പോലെ ആഡ് ചെയ്യാവുന്നതാണ്. നന്നായിട്ടൊന്ന് സോട്ടായി വരട്ടെ. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊരു ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. തണുത്തതിന് ശേഷം മാത്രം അരയ്ക്കുക കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആ പാനിലേക്ക് ഈ ഗ്രേവി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്ര വേണമെന്നനുസരിച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. എനിക്കിതിൽ കുറച്ചുകൂടി ഉപ്പ് വേണമെന്ന് തോന്നി,
അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പിടുകയാണ്. ചെറുതായിട്ടൊരു തിള വരുമ്പോൾ നമ്മൾ പൊരിച്ച് വെച്ചേക്കുന്ന ചിക്കനില്ലേ, അത് ഈ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. തിള വന്നതിന് ശേഷം മാത്രം ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കുറച്ച് കസ്തൂരി മേത്തിയാണ്, ഇത് മെയിനാട്ടോ, നിങ്ങൾ അവോയ്ഡ് ചെയ്യാതിരിക്കുക. ഇതിൻ്റെ ഫ്ലേവർ അത് വേറെ തന്നെയാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ഇട്ടുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇടയ്ക്ക് എല്ലാം കുക്ക്ഡാണ്, എന്നാൽ പോലും നല്ല തിള വരണം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഉപ്പും എരിവും എല്ലാം ഒന്ന് നോക്കാം. എരിവില്ലാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പെപ്പർ പൗഡർ ഇടാവുന്നതാണ്. എനിക്കിപ്പോൾ കറക്റ്റാണ് ഉപ്പ്. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ 2 പീസ് ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം, എല്ലാം ചെയ്യാം. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്നാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. റൈസിൻ്റെ കൂടെ, ഗീ റൈസിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഭയങ്കര രസമായിട്ട് പോകുന്ന നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്നെയാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. ഞാൻ ഒരിത്തിരി ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രഷ് ക്രീം ആഡ് ചെയ്യാന്ന് വെച്ചാൽ അതിനൊരു ചെറിയൊരു മധുരം വരും, പിന്നെ കറക്റ്റ് ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വരും. ഇതിപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.